മുംബൈയിലെ തിരക്കേറിയ തെരുവുകളാവട്ടെ, കേരളത്തിൻ്റെ ശാന്തമായ ഗ്രാമങ്ങളാവട്ടെ, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കൂടുതലും ചെയ്യുന്ന ഒരു തെറ്റ് ഞാനും ചെയ്തു. സാമ്പത്തിക ആസൂത്രണത്തിലെ പിഴവുകൾ. ആ തെറ്റുകൾ തിരിച്ചറിയാനും വേണ്ടവർക്ക് തിരുത്താനും ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിവേകപൂർണമായ സാമ്പത്തിക തീരുമാനങ്ങൾ സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കുന്ന തൂണുകളാണ്. നമ്മൾ ഇന്ത്യയിലെ ഇടത്തരം ജനസമൂഹം നിർബന്ധമായി ഒഴിവാക്കേണ്ട ചില മാരകമായ മണി മാനേജ്മെൻറ്റ് മിസ്റ്റേക്സ് നമുക്ക് നോക്കാം. 1. ഒരു ബജറ്റിനെ അവഗണിക്കുന്നു. ഒരു ബജറ്റ് സൃഷ്ടിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റോഡ് മാപ്പ് ചാർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളുടെ വരുമാനം ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇൻകം വിവേകപൂർവ്വം വിനിയോഗിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിലും പാലിക്കുന്നതിലും പരാജയപ്പെടുന്നത് സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുകയും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനുള്ള നമ്മുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്തെങ്കിലും സംശയമുള്ളവർ ഈ കൊച്ചു വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. 2. എമർജൻസി ഫണ്ടിന് മുൻഗണന നൽകുന്നില്ല. അപ്രതീക്ഷിതമായ ചെലവുകൾ നടുവൊടിക്കുന്ന ഒരു രാജ്യത്ത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കേണ്ടത് പരമപ്രധാനമാണ്. കോവിഡ് എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമതാണ്. 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചെലവുകളുടെ ഒരു ഫിനാൻഷ്യൽ കുഷ്യൻ കെട്ടിപ്പടുക്കുന്നത് അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ സ്ഥിരത നൽകുകയും ചെയ്യുന്നു. ഈ വീഡിയോ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത വീഡിയോ ആണ്. 3. ആരോഗ്യ ഇൻഷുറൻസ് അവഗണിക്കുന്നു. മെഡിക്കൽ പരിചരണത്തിൻ്റെ കുതിച്ചുയരുന്ന ചെലവുകൾ ആരോഗ്യ ഇൻഷുറൻസ് ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്നു. ആരോഗ്യ പരിരക്ഷ അവഗണിക്കുന്നത് അസുഖമോ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷിതമാക്കുന്നത് നമ്മുടെ ക്ഷേമത്തിലും സാമ്പത്തിക സുരക്ഷയിലും ഒരു നിക്ഷേപമാണ്. ഈ വീഡിയോ ഇത് വളരെ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. 4. റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് അവഗണിക്കുന്നു. വിരമിക്കൽ വിദൂരമാണെന്ന് ഇപ്പോൾ തോന്നിയേക്കാം. എന്നാൽ വിവേകപൂർണമായ ആസൂത്രണം ഇന്നാണ് ആരംഭിക്കേണ്ടതെന്ന് പലരും ഓർക്കുന്നില്ല. പലർക്കും റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്നാൽ സ്വന്തം മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കുക, അവർ ഞങ്ങളെ നോക്കിക്കൊള്ളൂ എന്നതാണ്. ഇത് തെറ്റാണ്. പലരുടെയും കേസിൽ ഇത് വെറും അബദ്ധധാരണ മാത്രമല്ലേ. നേരത്തെ അറിയുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതുമല്ലെങ്കിൽ നല്ല വളർച്ചയുള്ള മ്യൂച്വൽ ഫണ്ട് SIP നേരത്തെ തുടങ്ങുന്നത് വേണ്ട സമയം സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കും. റിട്ടയർമെൻറ്റ് അക്കൗണ്ടുകളിലേക്ക് സ്ഥിരമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് സമാധാനം വേണ്ട ഗോൾഡൻ ഇയേഴ്സിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന സുഖപ്രദമായ റിട്ടയർമെൻറ്റ് ഉറപ്പാക്കുന്നു. ഈ വീഡിയോ ഉറപ്പായും നമ്മെ സഹായിക്കും. 5. ഉയർന്ന പലിശയുള്ള കടത്തിന് ഇരയാകുന്നു. വരുമാനം ബാങ്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും ക്രെഡിറ്റ് കാർഡുകളോ വ്യക്തിഗത വായ്പകളോ വഴി എടുക്കുന്ന ഉയർന്ന പലിശയുള്ള കടം കുമിഞ്ഞുകൂടുന്നത് ഒരു ഫിനാൻഷ്യൽ ബർഡൻ ആവുന്നില്ലേ? അനാവശ്യമായ സാമ്പത്തിക ഭാരങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകാൻ ഉയർന്ന പലിശയുള്ള കടങ്ങൾ അടയ്ക്കുന്നതിന് മുൻഗണന നൽകുക. നമ്മുടെ വരുമാനം നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക, അതിനെതിരെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. ഈ 3 വീഡിയോയിൽ ഞാനത് നന്നായി പറയുന്നുണ്ട്. ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന പലരും എനിക്ക് മെസ്സേജ് അയക്കാറുമുണ്ട്. 6. കടം കൊടുത്തും കടം വാങ്ങിയും സമാധാനവും ബന്ധങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഇത് രണ്ടും നന്നായി ഈ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. കാണുക, ഒരു വീഴ്ച ഒഴിവാക്കാം. ഇനി സ്വന്തം അനുഭവത്തിൽ നിന്നും കുറിക്കട്ടെ. ഇനിയും കാണാത്ത ജീവിതത്തിൻ്റെ രേഖാചിത്രത്തിൽ നമ്മുടെ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവിക്ക് ഈ സാമ്പത്തിക കുഴപ്പങ്ങളിൽ നിന്ന് മോചനം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കുന്നതിലൂടെയും വൈവിധ്യമാർന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിക്ഷേപ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെയും നമുക്ക് സാമ്പത്തിക അടിത്തറ ഉറപ്പിക്കാൻ കഴിയും. അല്ല, കഴിയണം. ഓർക്കുക, സാമ്പത്തിക ക്ഷേമത്തിലേക്കുള്ള പാത ഒരു സ്പ്രിൻ്റ് അല്ല, മറിച്ച് ഒരു മാരത്തണാണ്.
ഈ മാരകമായ പണപ്പിഴവുകൾ ഒഴിവാക്കാനുള്ള വിവേകവും പ്രതിരോധശേഷിയും ദൃഢമായ പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന ഒരു യാത്രയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മധ്യവർഗത്തിന് സാമ്പത്തികമായി സുസ്ഥിരമായ ഒരു ഭാവിയിലേക്ക് വഴി തുറക്കാൻ കഴിയും. അടുത്ത വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നല്ല മെച്ചം നൽകിയ 5 മ്യൂച്വൽ ഫണ്ടുകൾ പരിചയപ്പെടുത്താം. വിശദമായി സാക്ഷാത്കരിച്ച സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു ഭാവി താങ്കൾക്കും ആശംസിക്കുന്നു.